ഇവിടെ പോപ്കോൺ ഉണ്ട്, ലേസ് ഉണ്ട്, പലതരം വെറൈറ്റി ജ്യൂസുകളുണ്ട്. ഇത് തണ്ണിമത്തൻ ഫ്ലേവർ, ഇത് വാട്ടർമെലൺ, ഇത് മിന്റ്, ഇത് അച്ചാർ സോഡ. അച്ചാർ സോഡ സംഭവം അത് ഈ അച്ചാർ ഇട്ടിട്ട് വിനീഗറും അച്ചാറിട്ട് മിക്സ് ആക്കുന്നതാണ്. അച്ചാറിട്ട് മിക്സ് ആക്കുന്നത് കഴിച്ചു കഴിഞ്ഞാൽ നല്ല സുഖമായിരിക്കും. അത് ഞങ്ങൾ ഉണ്ടാക്കിയതാണ്. ഇപ്പൊ ഒരു മൈൻഡിൽ വന്നപ്പോ ഞങ്ങൾ ഉണ്ടാക്കിയ സാധനമാണ്. ആരെയും സഹായം അച്ചാർ സോഡ, ചിക്കൻ സാൻഡ്വിച്ച് ഉണ്ട്, ഫ്രഞ്ച് ഫ്രൈസ്, പിന്നെ കുറെ തരം ഡ്രിങ്കുകൾ ഉണ്ട്, പിന്നെ ചിക്കന്റെ പലതരം കാര്യങ്ങളുണ്ട്. പിന്നെ നമ്മള് കപ്പ് കേക്കുകൾ, പലതരം കേക്കുകൾ ഇവിടെ തരുന്നുണ്ട്. നമ്മളിത് ചാരിറ്റി പ്രവർത്തനത്തിനാണ് ഇത് നമ്മൾ ഉപയോഗിക്കുന്നത്. എല്ലാവരും വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കി കൊണ്ടുവന്നേക്കുന്നതാണ്. ഒന്നും നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചു തരല്ല. നമ്മളെ മറ്റുള്ളവരുടെ വിഷമങ്ങളും വേദനകളൊക്കെ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി, പിന്നീടും ഇത് നമ്മുടെ ജീവിതത്തിൽ ഉപകാരമാകാൻ വേണ്ടി നമ്മളെ കാർമൽ അക്കാദമി പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ദിവസം വരാൻ ഞങ്ങൾ ഭയങ്കര കാത്തിരിപ്പോടെ ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. സോ ഫൈനലി ആ ദിവസം ഇന്ന് എത്തി. ഞങ്ങൾക്ക് ഇവിടെ ഹോം മെയ്ഡ് ഷവർമ ഉണ്ടാക്കാനുള്ള ഫെസിലിറ്റി ഉണ്ട്. സ്വീറ്റ് കോൺ ചാറ്റ് മസാല, ദിസ് ഇസ് സ്വീറ്റ് പൊട്ടറ്റോ ബജ്ജി, പിന്നെ മീറ്റ് ബോള്, മോമോസ്, ഫ്രൈസ്, ഫ്രഞ്ച് ഫ്രൈസ്, പിന്നെ സുന്ദരിയപ്പം എന്ന് പറയും ഇതിനെ. സുന്ദരിയപ്പം. സുന്ദരിയപ്പം അതെന്താ സംഭവം? അത് ഉണ്ണിയപ്പം, ഈ വൈറ്റ് കളറിലുള്ള ഉണ്ണിയപ്പം ഉണ്ടാക്കും. പിന്നെ പാസ്ത, സമോസ വി ഹാവ്, പിന്നെ ബീഫ് കട്ട്ലേറ്റ് ഉണ്ട്, മീറ്റ് ബോൾ, ഇത് സ്വീറ്റ് കോൺ, റെഡ് വെൽവെറ്റിന്റെ കേക്ക്, ബ്ലാക്ക് ഫോറസ്റ്റ്, ചോക്ലേറ്റ്, ഹൽവ, സ്മൈലി പൊട്ടറ്റോ ഫ്രൈസ്, പിന്നെ ഫ്രൂട്ട് സാലഡ്, അവിടെ മൊജീത്തോ, അങ്ങനത്തെ കുറെ സോഡ. ഞങ്ങള് ഈ കാർമൽ ഫെയർ നടത്തിയിട്ട് അതിന് കിട്ടുന്ന പൈസ നമ്മുടെ പാവപ്പെട്ടവരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. കാർമൽ അക്കാദമി എപ്പോഴും അതിനൊരു മുൻകൈയാണ് എടുക്കുന്നുണ്ട്. അതുകൊണ്ട് വി ആർ പ്രൗഡ് ഓഫ് ഇറ്റ്. സോ ഈ ഒരു നമ്മള് ആൾക്കാർ നമ്മൾ കൂപ്പൺ തരുമ്പോൾ നമ്മൾ ഭക്ഷണം കൊടുക്കുന്നു. ആ കൂപ്പണിൽ നിന്ന് കിട്ടുന്ന പൈസ നമ്മുടെ പാവപ്പെട്ടവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് പറഞ്ഞ് ചിരിച്ച് പിന്നെ നമ്മൾ സന്തോഷത്തോടു കൂടെ എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കി വീട്ടിലുണ്ടാക്കി കൊണ്ടുവരുന്നു, കൊടുക്കുന്നു. കാർമൽ ഫെയർ വിഭവങ്ങൾ ഓരോന്നും വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ടുവന്ന് അവരെ വിതരണം ചെയ്യാനാണ്. അതിൽ നിന്ന് സ്വരൂപിക്കുന്ന ആ പൈസ സമൂഹത്തിൽ ആവശ്യക്കാരായിരിക്കുന്നവർക്ക് കൊടുക്കാനുള്ള ഒരു പരിപാടിയാണ് അവർ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. കുഞ്ഞുങ്ങളുടെ ആ കൊച്ചു നല്ല പ്രവൃത്തികൾ സമൂഹത്തിന് വലിയ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകും എന്നുള്ളതിൽ തർക്കമില്ല. അവിടെ ഈ കൊച്ചു പ്രവർത്തനങ്ങളെ ശ്ലാഘിക്കുന്നു. ഭാവിയിലും നല്ല കാഴ്ചപ്പാടുള്ള വ്യക്തികളായിട്ട് മാറാൻ കുഞ്ഞുങ്ങൾക്ക് ഇതൊരു അവസരം നൽകും. അപ്പോൾ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച പ്രിൻസിപ്പൽസിനും ടീച്ചേഴ്സിനൊക്കെ വലിയ സന്തോഷവും ആദരവും ഞാൻ നൽകുകയാണ്. ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം എന്ന് നമ്മൾ പറയാറുണ്ട്. ഇത് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഒരു ഹോമാണ്, ഇതവരുടെ വീടാണ്. തീർച്ചയായിട്ടും കാർമൽ ICSE സ്കൂളിൽ, കാർമൽ അക്കാദമി ICSE സ്കൂളിൽ അവരെ പഠന കാര്യങ്ങൾ മാത്രമല്ല മറ്റുള്ള അവരെ ഒരു മനുഷ്യനായി എങ്ങനെയാണ് വാർത്തെടുക്കേണ്ടത് അങ്ങനെയുള്ളൊരു പൂർണ്ണതയാണ് നമ്മൾ ഉദ്ദേശിക്കുക. അപ്പം അതുകൊണ്ട് തന്നെ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇവർ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഇവർ വീടുകളിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള വിഭവങ്ങളാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. അതിൻ്റെ ക്വാളിറ്റി അതിനുണ്ടാകും. ഒപ്പം തന്നെ ഇവരുടെ അധ്വാനം ഇതിൽ കാണും. ഇവിടെ പേരൻസിൻ്റെ ഒക്കെ അധ്വാനം ഇതിലുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നല്ല മനുഷ്യ വ്യക്തികളെ വാർത്തെടുക്കുക എന്നുള്ള ഉദ്ദേശമാണ് ഇതിന് പുറകിലുള്ളത്. തീർച്ചയായിട്ടും നല്ല രീതിയിൽ നടക്കുന്നു. എല്ലാ സ്റ്റുഡൻസും തന്നെ വളരെയധികം ആവേശത്തോടു കൂടെയാണ് ഇതിനെ സ്വീകരിച്ചിരിക്കുന്നത്. എല്ലാ സ്റ്റുഡൻസിനും പ്രത്യേകം അഭിനന്ദനങ്ങളും നന്മകളും നേരുകയാണ്. So we have special come here. We are having our Chattigada style. We will be having parampuri, Kozhikode. We have Parippu vada, everything, and also cutlets, bun maska. Then we have cream bun, then cake, then donuts, brownies, momos, cupcakes, cookies, noodles, and popcorn, pani puri. We have a lot of items. So we are doing this for charity. So after buying the coupons we are getting, we are collecting, and the money which we receive we are giving for charity. So making time your parents and we are helping. Yeah, parents have been helped to make this and all. Everything we are homemade things are only sold here. Okay. So all of them together with parents we make this and we sell here, and the coupon which we receive
we use that for charity. നമ്മൾ ഭയങ്കര ഇത് എല്ലാവരും ഇപ്പൊ വീട്ടിലാണെങ്കിൽ തന്നെ ഞാൻ പോപ്കോൺ ഒക്കെ ഉണ്ടാക്കി. അപ്പൊ ഞാനും അമ്മയും പപ്പയും കൂടിയിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പൊ നമ്മള് ഓരോ വിശേഷമൊക്കെ പറഞ്ഞ് ഇത് ചെയ്യുമ്പോൾ നമുക്ക് ആ ഉള്ളിലുള്ള ആ ഫാമിലി തന്നെ ഒരു സൗഹൃദവും ഒക്കെ ഒന്ന് വളർത്താനും, അതുപോലെ തന്നെ നമ്മളിത് ചാരിറ്റിക്ക് വേണ്ടി ചെയ്യണതുകൊണ്ട് നമുക്കുള്ളിൽ ആ ഒരു ക്വാളിറ്റി ആണല്ലോ വളരുന്നത്. അപ്പൊ സ്കൂളിൽ നമുക്ക് ഇങ്ങനത്തെ ക്വാളിറ്റി കിട്ടുന്നത് തന്നെ വലിയൊരു കാര്യമാണല്ലോ. പഠിത്തം മാത്രമല്ല നമ്മൾ സ്കൂളിൽ ഫോക്കസ് ചെയ്യുന്നത്. എല്ലാവർക്കും നമസ്കാരം. വിദ്യാലയ ജീവിതം എന്ന് പറയുന്നത് ഓരോ വിദ്യാർത്ഥിക്കും അവരുടെ ഭാവി സങ്കല്പങ്ങൾക്കും സ്വപ്നങ്ങൾക്കും നിറം ചാർത്തുന്ന ഇടങ്ങളാണ്. പണ്ട് ഒരു 90s പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് സ്കൂളിലേക്ക് കടന്നു ചെല്ലുമ്പോഴുള്ള അനുഭവമല്ല ഇന്ന് ഈ ജൻസി കാലഘട്ടത്തിൽ ഒരു സ്കൂളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഒരു കുട്ടി അനുഭവിക്കുന്നത്. അവനേറെ സന്തോഷവാനും സന്തോഷവതിയൊക്കെ തന്നെയാണ്. വിദ്യാലയങ്ങളുടെ ചുവരുകൾക്കുള്ളിൽ ഒരു ഹോംലി അറ്റ്മോസ്ഫിയർ തീർച്ചയായിട്ടും ഇന്ന് കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഇന്നത്തെ വിദ്യാഭ്യാസ രീതികളും പദ്ധതികളൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് മാനവികതയോട് ചേർന്ന് നിൽക്കാവുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള നല്ല പാഠങ്ങളാണ് അവിടെ പഠിപ്പിക്കുന്നത്. ജീവകാരുണ്യത്തിൻ്റെയും ചാരിറ്റി പ്രവർത്തനങ്ങളുടെയും ഒക്കെ തന്നെ വലിയ വാതായനങ്ങൾ തുറന്നിടുന്ന മനോഹരമായിട്ടുള്ള കവാടങ്ങളാണ് ഓരോ വിദ്യാലയത്തിൻ്റെ മുന്നിൽ ഒരുക്കിയിട്ടുള്ളത്. അങ്ങനെ ഒരു കവാടത്തിലൂടെ കടന്നു ചെല്ലാനായിട്ടൊരു ഭാഗ്യം എനിക്കുണ്ടായി. ഞാൻ ചെന്നത് കാർമൽ അക്കാഡമിയിലെ സ്കൂൾ അങ്കണത്തിലാണ്. കഴിഞ്ഞ ദിവസം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കുട്ടിക്കച്ചവടക്കാരുടെ ഭക്ഷ്യമേള നടക്കുന്നു. മനോഹരമായ 9 ടേബിളുകളിൽ പലഹാരങ്ങൾ, നാടൻ പലഹാരങ്ങൾ, വിവിധങ്ങളായിട്ടുള്ള മധുരപലഹാരങ്ങൾ, ശീതളപാനീയങ്ങൾ എന്നിവയെല്ലാം ഉണ്ടാക്കി വച്ചിരിക്കുകയാണ്. ഇത് കുട്ടികൾ അവരുടെ മാതാപിതാക്കളുടെ സഹായത്തോടെ ഉണ്ടാക്കിയിട്ടുള്ള വിഭവങ്ങളാണ്. കഴിഞ്ഞ വർഷവും ഇതുപോലെ തന്നെ ഒരു ഫുഡ് ഫെസ്റ്റ് അവിടെ സംഘടിപ്പിച്ചിരുന്നു കാർമൽ അക്കാഡമിയിൽ. സത്യത്തിൽ ഈ ഒരു പരിപാടി കുട്ടികളുടെ മനസ്സിലേക്ക് കൊടുക്കുന്ന ചിന്തകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ആഴത്തിലുള്ള ഒരു പ്ലാറ്റ്ഫോം ഒരുക്കലാണ്. നമുക്കറിയാം, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് പോലെ തന്നെയാണ് ഒരുമിച്ചിരുന്ന് ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരു അനുഭവം. അപ്പോൾ നമുക്കറിയാൻ സാധിക്കും, ഒരു ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ എരിവും പുളിവും കലർന്ന സംഗതികളൊക്കെ അടുപ്പിക്കുന്നതിൻ്റെയൊക്കെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും അതെല്ലാം തന്നെ മാതാപിതാക്കളോടൊപ്പം തന്നെ ഈ കുട്ടികളും അതിൽ പങ്കുചേരുകയാണ്. അതിലൂടെ ഉണ്ടാക്കുന്ന ആ ഭക്ഷണ വിഭവങ്ങൾ അതൊരു ഒത്തുചേരലിൻ്റെ ഒരു പ്രൊഡക്റ്റാണ്. അത് മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക എന്നുള്ളൊരു ആശയം കൂടി നടപ്പിലാകുന്നു. ആ ഷെയർ ചെയ്യുന്നതിലൂടെ കിട്ടുന്ന ചെറിയ തുകകൾ ഉപയോഗിച്ച് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ടുള്ള ഒരു മനോഹരമായിട്ടൊരു പാലം കൂടി കാർമൽ അക്കാഡമിയിൽ കുട്ടികളുടെ ഹൃദയങ്ങളിലേക്ക് പണിയുകയാണ് അവിടുത്തെ അധ്യാപകരും പ്രിൻസിപ്പാളും ഒക്കെ തന്നെ. കാർമൽ അക്കാഡമിയിൽ പുതിയ പ്രിൻസിപ്പാൾ അച്ഛൻ വന്നിരിക്കുകയാണ്, റവറൻ ഫാദർ ജോജോ അരിക്കാടൻ CMI. അതുപോലെ തന്നെ പുതിയ മാനേജർ അച്ഛനും വന്നിട്ടുണ്ട്, റവറൻ ഫാദർ ഫ്രാങ്കോ ചിറ്റലപ്പള്ളി CMI. തീർച്ചയായിട്ടും മുൻകാല വർഷങ്ങളിൽ കാർമൽ അക്കാഡമിയിൽ നടപ്പിലാക്കിക്കൊണ്ടിരുന്ന ഈ ഫുഡ് ഫെസ്റ്റ് ഇത്തവണ ഏറെ ഹൃദ്യവും ആനന്ദകരവുമായിരുന്നു. എല്ലാ ദിവസവും സ്കൂൾ ബാഗിനൊപ്പം അവരവർക്ക് കഴിക്കാവുന്ന ടിഫിൻ ബോക്സ് മാത്രം കൊണ്ടുവരുന്ന ആ കുട്ടികളുടെ ബാഗിനുള്ളിൽ ഇപ്രാവശ്യം മറ്റൊരു ബോക്സും കൂടി ഉണ്ടായിരുന്നു. അത് അവരവരുടെ മാതാപിതാക്കളുടെ കൂടിയിരുന്ന് ഉണ്ടാക്കിയിട്ടുള്ള ഈ പലഹാരങ്ങളായിരുന്നു. ആ പലഹാരങ്ങളുമായിട്ട് അവർ വരുന്നു. അവർ വളരെ സന്തോഷകരമായിട്ട് സ്കൂളിൻ്റെ അകത്തളങ്ങളിൽ നടുത്തളത്തിൽ പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള ടേബിളുകളിൽ അത് വെക്കുന്നു. ഓരോ ടീമായിട്ട് ആ ഭക്ഷണ വിഭവങ്ങൾ കൊടുക്കുകയാണ്. ഇടയ്ക്കൊക്കെ ചെറിയ ഗെയിമുകളും അവർ ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരു ദിവസം പൂർണ്ണമായിട്ടും തങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവന്ന ഈ ഭക്ഷണ വിഭവങ്ങൾ ഷെയർ ചെയ്യുന്നു. പല ഭാഗങ്ങളിലെ കൂട്ടുകാർ ഭക്ഷണ വിഭവങ്ങൾ വാങ്ങിച്ച് 10 രൂപയുള്ളൂ ആ ഭക്ഷണ വിഭവത്തിൻ്റെ ടിക്കറ്റിൻ്റെ വില. അതിന് വാങ്ങിച്ച് കുട്ടികൾ ഒരുമിച്ചിരുന്ന് വട്ടമിട്ടിരുന്നത് കഴിക്കുന്നു. അതിലൂടെ അവരനുഭവിക്കുന്ന ഒരു വലിയ സന്തോഷവും അത് ഷെയർ ചെയ്യുമ്പോഴുള്ള സന്തോഷവും ഇതെല്ലാം തന്നെ ഭാവിയിൽ ഈ വിദ്യാർത്ഥികൾക്ക് വലിയ മാനവിക സ്നേഹം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ സാധിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഇതിൽ ശരിക്കും പറഞ്ഞാൽ ഈ കാർമൽ അക്കാഡമിയുടെ ഈ മാനേജ്മെൻറ്റ് അത് CMI കോൺഗ്രിഗേഷനാണ്. CMI കോൺഗ്രിഗേഷൻ്റെ സ്ഥാപകൻ എന്ന് പറയുന്നത് വിശുദ്ധനായിട്ടുള്ള ചാവറ പിതാവാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ചാവറ സ്പിരിച്വാലിറ്റി ഉണ്ട്. എന്താണ് സംഭവം? പിടിയേരി പ്രസ്ഥാനം എന്നുള്ള പ്രസ്ഥാനം ആദ്യകാലങ്ങളിൽ ചാവറച്ചനായിട്ട് കൊണ്ടുവന്നൊരു സംഭവമാണ്. അതായത് പിടിയേരി, നമുക്കിപ്പോൾ അറിയാമെന്നറിയില്ല, പിടിയേരി വാങ്ങിച്ച് പല വീടുകളിൽ നിന്നൊക്കെ കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് അതുകൊണ്ട് ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്ന ഒരു മഹത്തായ പദ്ധതിയാണ്. അപ്പോൾ ആ ഒരു സ്പിരിച്വാലിറ്റിയുടെ ഒരു തുടർച്ച തന്നെ പലപ്പോഴും CMI ആശ്രമങ്ങളിലും CMI സ്ഥാപനങ്ങളിലും ഒക്കെ തന്നെ കാണാൻ സാധിക്കും. ഇത്തരം പദ്ധതികളുടെ ഒരു പ്രചോദനവും അതുതന്നെയാണ്. എന്തായിരുന്നാലും കാർമൽ അക്കാഡമിയിലെ കൊച്ചുകുട്ടികളുടെ ഈ ഭക്ഷണ കലവറ അല്ലെങ്കിൽ ഷെയർ ചെയ്യുന്ന ഈ മാനവിക സ്നേഹം പരസ്പരം കുട്ടികളുടെ ഹൃദയങ്ങളിലേക്ക് കൊടുക്കുന്ന ഈ ഫുഡ് ഫെസ്റ്റ് ഏറെ ഹൃദ്യമായിരുന്നു, മനോഹരമായിരുന്നു. ഇത്തരം പദ്ധതികൾ ഒരുക്കുന്ന ആദരണീയനായിട്ടുള്ള പ്രിൻസിപ്പാൾ അച്ഛൻ ഫാദർ ജോജോ അരിക്കാടനും അതുപോലെ തന്നെ ഈ സ്കൂളിലെ അധ്യാപികമാർക്കും പ്രത്യേകം അഭിനന്ദനങ്ങൾ നേരുകയാണ്. കുട്ടികൾ വളരെ സന്തോഷത്തോടെ സ്കൂൾ കവാടങ്ങൾ കടന്നു വരട്ടെ. അവർ മാനവികതയുടെ ചിന്തകൾ നെഞ്ചിലേറ്റട്ടെ. അവർ ഒത്തിരിയേറെ മാനവിക സ്നേഹം വിതറുന്നവരായിത്തീരട്ടെ എന്ന് ആശംസിക്കുകയാണ്. നന്ദി, നമസ്കാരം. ചാലക്കുടി കാർമൽ അക്കാദമിയിലെ ഹൈസ്കൂൾ വിഭാഗം വിദ്യാർത്ഥികൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച കുട്ടിക്കച്ചവടക്കാരുടെ ഭക്ഷ്യമേള സ്കൂൾ മാനേജർ ഫാദർ ഫ്രാങ്കോ ചിറ്റലപ്പള്ളി CMI ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പ്രിൻസിപ്പാൾ ഫാദർ ജോജോ അരിക്കാടൻ CMI വിദ്യാർത്ഥികൾക്ക് ആശംസകൾ നേർന്നു. വിവിധതരം ഭക്ഷ്യവിഭവങ്ങൾ, നാടൻ പലഹാരങ്ങൾ, മധുര പലഹാരങ്ങൾ, ശീതളപാനീയങ്ങൾ, വൈവിധ്യമാർന്ന കേക്കുകൾ, വിദേശ രുചിക്കൂട്ടുകൾ തുടങ്ങി 100-ൽ പരം വിഭവങ്ങളാണ് 9 കൗണ്ടറുകളിലായി നിരന്നത്. എല്ലാ ഭക്ഷണ സാധനങ്ങൾക്കും 10 രൂപ മാത്രമാണ് ഈടാക്കിയത്. മേളയിലൂടെ ലഭിക്കുന്ന തുക ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി വിനിയോഗിക്കും. വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും സജീവ പങ്കാളിത്തം മേളയ്ക്ക് കൂടുതൽ മികവ് പകർന്നു. ഭക്ഷ്യമേളയോടൊപ്പം കുട്ടികൾക്കായി വൈവിധ്യമാർന്ന ഗെയിമുകളും നടത്തി. ഭയങ്കര
ഹാപ്പി കാരണം പ്രത്യേക ഒരു സ്പെഷ്യൽ ഇവന്റ് അല്ലേ. ഇതിൽ കിട്ടുന്ന പൈസ എന്ത് ചെയ്യണം? ചാരിറ്റിക്ക് കൊടുക്കണം. അമ്മ സഹായിച്ചു. ഏത് ഭക്ഷണം ഉണ്ടാക്കാനാ സഹായിച്ചേ? റോൾ ഉണ്ടാക്കാൻ സഹായിച്ചു. ഇതൊക്കെ എല്ലാം ഓൾമോസ്റ്റ് എല്ലാം ഹോം മെയ്ഡ് ആണ്. ആരെ സഹായിച്ചേ? അത് ചോദിച്ചില്ല. ഞാനൊക്കെ ഞാൻ എന്റെ തന്നെക്കാണ് ഉണ്ടാക്കിയ കുക്കീസ് ഒക്കെ ഞാൻ തന്നെക്ക്. അമ്മ ഒട്ടും അമ്മ പറയാണ്ട് എന്നിട്ടാ തനിക്ക് ഉണ്ടാക്കിയിട്ട് നിന്റെ ജോലിയാ. അപ്പൊ ഞാൻ ഉണ്ടാക്കി അമ്മ പറയുന്നൊന്നും കേട്ടില്ല. ചീസ് കേക്ക് ഓറിയോ ആണ്, വേറെ എവിടെയും ഉണ്ടാവില്ല. പിന്നെ ബ്രൗണി, കേക്ക് പോപ്പ്, ഡോണറ്റ്, ഡ്രാഗൺ ചിക്കൻ, പോപ്കോൺ, ഉപ്പിലിട്ട മാങ്ങ, പൈനാപ്പിള്, ഉപ്പുമുളക് ഇട്ട മാങ്ങ, അങ്ങനെ കുറെ സാധനങ്ങളുണ്ട്. ചീസ് കേക്ക് ആണ് എന്താന്ന് വെച്ചാൽ അത് റിഫ്രിജറേറ്റ് ചെയ്യും വേണം. പിന്നെ അതിന്റെ മേലെ ക്രീം അതൊക്കെ ആക്കുമ്പോഴേക്കും ഒരു 1.5 മണിക്കൂറൊക്കെ എന്തായാലും വേണ്ടി വരും. ചാരിറ്റിക്ക് വേണ്ടിയാണ് നമ്മൾ ഈ ഫുഡ് ഫെസ്റ്റ് നടത്തുന്നത് തന്നെ. ഫുഡ് ഷെയർ ചെയ്യുമ്പോൾ എന്ത് തോന്നുന്നു? സന്തോഷം തോന്നുന്നു. നാരങ്ങ മിഠായി, കേക്ക്, ഫ്രഞ്ച് ഫ്രൈസ് 65, പാഡ് ഉണ്ട്, കപ്പ് ചമ്മന്തി ഉണ്ട്, പിന്നെ ജിലേബി ഉണ്ട്, ജാം റോൾസ് ഉണ്ട്, വട ഉണ്ട്. എന്താണ് എന്റെ ഒരു ഗോള്? ചാരിറ്റി സഹായിക്കാം. ഭക്ഷണം എങ്ങനെ ഷെയർ ചെയ്യാറുണ്ടോ നിങ്ങള്? സാധാരണ ദിവസങ്ങൾ ഭക്ഷണമൊക്കെ ഷെയർ ചെയ്യാറുണ്ടോ? എല്ലാം ഇങ്ങനെ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കി നമ്മൾ സ്കൂളിൽ കൊണ്ടുവന്ന് ബാക്കിയുള്ള കുട്ടികളെ ചാരിറ്റി എന്നുള്ള മോറൽ പഠിപ്പിക്കുന്നതിനാണ് ഈ പരിപാടി ഒരുക്കിയിരിക്കുന്നത്.